കഴിഞ്ഞൊരു കൊല്ലമായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത് ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാ. 2024 ഡിസംബർ 25. അതെന്താ കാരണം എന്ന് വെച്ചാൽ എല്ലാ കൊല്ലവും ഡിസംബറിലത്തെ ക്രിസ്മസ് എന്റെ വീട്ടിലെ വീട്ടുകാരോടൊപ്പം ആഘോഷിക്കാനായിട്ട് എനിക്ക് ചെറിയൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. ദുബായിലത്തെ ക്രിസ്മസ് സെലിബ്രേഷൻ ഒക്കെ വേറെ ലെവലാണെങ്കിലും നമ്മുടെ വീട്ടിലെ വീട്ടുകാരോടൊപ്പം ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫീല് ശരിക്കും വേറെ തന്നെയാട്ടാ. അപ്പൊ അങ്ങനെ വീട്ടുകാരോടുകൂടെ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓഫീസിൽ നിന്ന് കുറച്ച് ദിവസം ലീവ് എടുത്തിട്ട് ദുബായിൽ നിന്ന് നേരെ വീട്ടിലേക്ക് പോകുന്നത്. എന്നിട്ട് ക്രിസ്മസിന്റെ ദിവസം ആയതുകൊണ്ട് തന്നെ ഞാൻ കാലത്ത് എന്നിട്ട് പള്ളിയിലേക്കൊക്കെ പോയി. നീ കാണുന്ന പടവരാട് സെന്റ് തോമസ് ചർച്ചാട്ടാ എന്റെ ഇടവക പള്ളി. വീട്ടിലെല്ലാവരും കൂടി ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്ക് മുറിച്ചെങ്കിലും അതിനേക്കാളൊക്കെ കൂടുതൽ എനിക്ക് ഇഷ്ടമായത് പള്ളിയിൽ നിന്ന് കിട്ടിയ ഈ ചെറിയൊരു പ്ലം കേക്കിന്റെ കഷ്ണാട്ടാ. എന്റെ ഏറ്റവും ഫേവറേറ്റ് പ്ലം കേക്ക് തന്നെയാട്ടാ. നിങ്ങൾക്ക് ഏത് കേക്കാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അത് പറ്റാണെങ്കിൽ ഒന്ന് താഴെ കമന്റ് ചെയ്തോളൂട്ടാ. നീ കാണുന്നതാട്ടാ ഞങ്ങളുടെ പള്ളിയിൽ ഉണ്ടാക്കിയ ചെറിയൊരു പുൽക്കൂട്. അത് കൂടാണ്ട് സ്റ്റാർ ഉണ്ടാക്കണ മത്സരവും വേറെ ഉണ്ടായിരുന്നു കേട്ടാ. പള്ളിയിലത്തെ കുർബാനയ്ക്ക് ശേഷം ഞാൻ പോയിട്ട് കുറച്ച് ചിക്കനും ബീഫും പിന്നെ ബീഫിലിട്ട് വെക്കാനായിട്ട് കുറച്ച് കൂർക്കയും മേടിച്ചുട്ടാ. ദുബായിൽ ഞാൻ ഒറ്റയ്ക്ക് കുറച്ച് ഭക്ഷണമൊക്കെ വെക്കെങ്കിലും വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഭക്ഷണത്തിന്റെ ഏരിയ മമ്മി എന്നെ കൊണ്ട് തൊടിയിക്കില്ല കേട്ടാ. എന്താ കാരണം എന്ന് വെച്ചാൽ ഞാൻ അടുക്കളയിലേക്ക് ഭക്ഷണം വെക്കാനായിട്ട് കയറിയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് സമയത്തിനൊന്നും തയ്യാറാവില്ലെന്ന് മമ്മി പരാതി പറയാറുണ്ടായിരുന്നു ഇടയ്ക്ക്. പക്ഷെ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ കുറച്ച് സബോളൊക്കെ കട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. അങ്ങനെ ഏറ്റവും അവസാനം ചോറും ബീഫും ചിക്കനും സർലാസൊക്കെ കൂട്ടിയിട്ടുള്ള ഉച്ചക്കലത്തെ ക്രിസ്മസിന്റെ ഭക്ഷണം അടിപൊളിയായിട്ട്. കഴിഞ്ഞ കൊല്ലത്തെ പോലെ എന്റെ ഡാഡിയുടെയും മമ്മിയുടെയും അനിയന്റെ കൂടെ ഇക്കൊല്ലം ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റിയാല് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാ. അപ്പൊ എല്ലാവർക്കും എന്റെ ഒരു അടിപൊളി ക്രിസ്മസ് വിഷസ് ഇട്ടാ. അപ്പൊ നമുക്ക് എന്തായാലും നാളത്തെ വീഡിയോയിൽ കാണാം.